Welcome to MNK Travelog. This is Rahul. സോ നമ്മളിന്ന് കാണാൻ പോകുന്ന വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കിളിവീടിൻ്റെ വിശേഷങ്ങളാണ്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കിളിവീടിൻ്റെ ബാക്ക് യാർഡിലായിട്ടാണ്. ബാക്ക് യാർഡിൽ എന്ന് പറഞ്ഞാൽ കിളിവീടിൻ്റെ ബാക്കിൽ തൊട്ട് പുഴയിലായിട്ട് ചെറിയൊരു പുഴ പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള എല്ലാ വീടുകൾക്കും തന്നെ ഓരോ ഡെക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒണ്ടാരിയോയിലെ വഷാഗോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടുത്തെ ഈ കിളിവീടിലാണ്. അപ്പോൾ നമ്മുടെ ഈ കിളിവീടിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ വന്ന വഴികളൊക്കെ ഒന്ന് പോയി പെട്ടെന്ന് കണ്ടുവെച്ച് വരാം. നമ്മളിവിടെ കാനഡയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 401 ഹൈവേ നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് പറഞ്ഞാലുള്ളതാണ് കൺട്രി സൈഡ്. കൺട്രി സൈഡിലേക്ക് പോകുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് കുതിരകളും മലകളും അതുപോലെ തന്നെ പശു ഫാമും അങ്ങനെയുള്ള അങ്ങനെയുള്ള എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെല്ലേണ്ട സ്ഥലത്തേക്ക് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ലേറ്റ് ആവും. കാരണം നമ്മുടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫാമിംഗ് ലാൻഡാണിത്. അപ്പോൾ ഈ കൺട്രി സൈഡിൽ കൂടെ വരുമ്പോൾ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കോൺ ഒരു ഹാർവെസ്റ്റ് ചെയ്ത് കോൺ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കോൺ മെഷീനാണ്. ഓക്കെ, ഇങ്ങനത്തുള്ള വ്യൂസാണ് നമുക്ക് കൺട്രി സൈഡിൽ കൂടെ വരുമ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയൊരു മെഷീനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരത് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അങ്ങനെ അവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് നേരെ ഒരു ട്രക്കിലേക്ക് അവർ അടിച്ച് കയറ്റുകയാണ് ഈ കോണും കാര്യങ്ങളെല്ലാം. കാനഡയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉള്ളത്. ഒന്ന് ഹൈവേ വഴി പോകുന്നതും ഒന്ന് കൺട്രി സൈഡ് വഴി പോകുന്നതും. ഹൈവേ വഴി പോകുമ്പോൾ എന്താ നമുക്കൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പീഡ് ലിമിറ്റ് ഈ പറഞ്ഞ പോലെ ഒരു 120 സ്പീഡ് ലിമിറ്റ് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് എത്തേണ്ട അടുത്തേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. പക്ഷെ കൺട്രി സൈഡിലാകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 80, 90 അതൊക്കെയാണ് മാക്സിമം നമ്മുടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതേപോലെയുള്ള ഞാൻ നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ അടിപൊളിയും റോഡ് സീൻസും സീനറീസും അതേപോലെ തന്നെ ഫാമുകളും ഈ പശുവിൻ്റെ ഫാം അതേപോലെ തന്നെ കുതിരകൾ അങ്ങനെ ഇഷ്ടം പോലെ വ്യൂസ് നമുക്ക് കണ്ടു പോകാൻ പറ്റും കൺട്രി സൈഡിൽ കൂടെ പോകും. അതേപോലെ തന്നെ ഈ കൺട്രി സൈഡിലോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മെനനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അത് ഒരു റിലീജിയസ് ഗ്രൂപ്പാണ്. അവർ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ മെനനൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ ഈ പറഞ്ഞ പോലെ എന്താ പറയുക കാർപ്പൻട്രി അതൊക്കെയാണ് അവരുടെ മെയിൻ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും അതിൽ മെജോറിറ്റി ഓഫ് മെനനൈറ്റ്സ് ആൾക്കാർ ഇപ്പോഴും ഡ്രൈവ് ചെയ്യത്തില്ല. അപ്പോൾ അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ കുതിരവണ്ടിയൊക്കെയാണ് അവരുടെ ഒരു മെയിൻ എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ കുതിരവണ്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നവർ പൊതുവെ. അപ്പോൾ അവരെല്ലാം ഈ മാക്സിമം താമസിക്കുന്ന പറഞ്ഞാൽ കൺട്രി സൈഡിലാണ് അവർ പൊതുവെ താമസിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കുതിരവണ്ടിയെല്ലാം യൂസ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ കൺട്രി സൈഡിലുള്ള അവർ കൂടുതലായിട്ട് താമസിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ മക്കു നമ്മുടെ ഹൗസ് ടൂർ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ഇതാണ് ഇതിലേക്ക് വരുന്ന ചെറിയൊരു ബ്രിഡ്ജ് പോലെയാണ് നമ്മുടെ ഡക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദ ഹൗസ് ടൂർ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഹൗസ് ടൂർ തുടങ്ങുകയാണ്. ഇവിടെ ഒരു ടാമ്പോളിനൊക്കെ കിടപ്പുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവിടെ കളിക്കാനൊക്കെ സൗകര്യമുണ്ട്.
പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയാക്കിങ്ങും കനൂയിങ്ങും ഒക്കെ ചെയ്യുന്നവർക്ക് ഇവിടെ കയാക്കിങ് ഉണ്ട്. നമുക്കത് ഫ്രീ ആണ്. അപ്പോൾ നമുക്കിതെടുത്ത് ഇവിടെ കയാക്കിങ്ങിനൊക്കെ പോകാം. ഇവിടെ 2 ചെയറുണ്ട്. പിന്നെ അവിടെ ഫയർ പിറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഫയർ പിറ്റൊക്കെ ഇട്ട് ഈവനിങ് സമയത്ത് അവിടെ ഇരുന്ന് നമുക്ക് റിലാക്സ് ചെയ്യാം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഒരു പുഴയൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് നമ്മുടെ സെൻട്രൽ പാർട്ട്, നമ്മുടെ കിളിവീട്. വീട് വരുമ്പം അതിന് വലിയതായിട്ടൊന്നുമില്ല, ഒരു ചെറിയ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് കട്ടനുണ്ട്. ഓക്കെ, കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ബെഡാണ്. 2 പേർക്ക് കിടക്കാൻ പറ്റിയൊരു ബെഡുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു ഹീറ്റർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ് ലാമ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ചാർജ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ജസ്റ്റ് മേലായിട്ടൊരു ഡക്കുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2 കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് അവിടെ അത്യാവശ്യം കിടത്താൻ പറ്റും. പിന്നെ എന്താണ്, പിന്നെ ജസ്റ്റ് ഇങ്ങനെ ട്രാക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റ് ഈ മിനി ഹോമിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ തന്നെ റെഡ് ഒരു ചെറിയ സ്റ്റാച്ചു അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇവിടെ ചെറിയൊരു ഫ്ലവർ പോട്ട്, ഒരു മിറർ, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് വലുതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്കിവിടെ ജസ്റ്റ് ഒരു നൈറ്റ് കഴിയാൻ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മുടെ കിളിവീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ അടുത്തൊരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകാശമാണെങ്കിൽ ഫുള്ള് കാർമേഘമൊക്കെ മൂടി നല്ല അടിപൊളി ഒരു മഴയ്ക്കുള്ള സാധ്യതയിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നോക്കാം. ഫുള്ള് മഴയാണെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങിയ വാട്ടർഫോളൊക്കെ ഷൂട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നമുക്ക് പോകുന്ന വഴി എങ്ങനെ ഉണ്ടെന്ന് കണ്ടുപോകാം. വാട്ടർഫോൾസിന് അവിടെ പോയിട്ട് ഈ പറഞ്ഞ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒരു പാട്ടൊക്കെ ഒരു പഴംപൊരിയും കൂടെ കിട്ടിയെന്ന് നല്ലതായിരുന്നു. അപ്പോൾ ഫോൾസ് എത്തുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒരു ചെറിയ സിറ്റി കൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ക്രിസ്മസ് കഴിഞ്ഞിട്ടും അവർ ആ ഡെക്കറേഷൻസ് ഒന്നും അവർ അഴിച്ചു മാറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ വരെ അവർ കീപ്പ് ചെയ്യായിരിക്കും ആ ഡെക്കറേഷൻസ് എല്ലാം. എനിക്ക് തോന്നുന്നു ഇവിടെ പൊതുവേ കുറച്ച് പ്രായമായ ആൾക്കാരുടെ ഒരു സിറ്റിയാണ്. കാരണം വളരെ കാമൻ ക്വയറ്റ് ആയിട്ടുള്ള സിറ്റിയാണ്. വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് മക്കുനൊക്കെ റിട്ടയർ ആവുമ്പോൾ വന്ന് സെറ്റിൽ ആവാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സിറ്റിയാണ്. കണ്ടിട്ട് മക്കു സിറ്റിയൊക്കെ നോക്കി വെച്ചോ. വാട്ടർഫോൾസും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ വാട്ടർഫോൾസിലേക്ക്. ഒരു 1-2 മിനിറ്റ് മാക്സിമം ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് വാട്ടർഫോൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഫോൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തെറ്റില്ലാത്ത തണുപ്പുണ്ട്. നമ്മളെന്തായാലും കൂടുതൽ അടുത്തേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഒച്ച കാരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ, സോ ഇതാണ് നമ്മുടെ ഫോൾസ് വ്യൂ. അതിന് ചുറ്റുമുള്ള പാലവും അതിന് ചുറ്റും ഒരുപാട് വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ ദേ മക്കുതേ ഫോൾസും കണ്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. തണുത്ത് കുറച്ച് നമ്മളിപ്പോൾ നിന്ന് ആദ്യം കണ്ടത് നമ്മുടെ വാട്ടർഫോൾസിൻ്റെ താഴെ നിന്നുള്ളൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മളിതേ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ അവരൊരു വീലൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് ആ ഫോൾസ് നല്ല കുറച്ചുകൂടി അടുത്തൊരു വ്യൂവിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇനിയുള്ള വീഡിയോകളെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. സോ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ വേണം. സോ
കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ യാത്രകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇവിടെ തീരുന്നില്ല. സോ നിങ്ങളെല്ലാവരും കൂടെ വേണം. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം രാഹുൽ. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് കിളിയാടിൻ്റെ ട്രാവലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അല്ല, വെൽക്കം ടു വ്ലോഗിലെ പറയുന്നത്.